ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റിൽ 2330 എന്ന പ്രൈസിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് 2543 എന്ന പ്രൈസ് വരെ ഉയർന്നു പോയ ഏകദേശം 10% ഒരു റാലി കടന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്നാൽ പിന്നീട് ആ സ്റ്റോക്ക് ഏകദേശം 5% ഒരു ക്ലോസിംഗ് ആണ് നൽകിയത്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇങ്ങനെ ഒരു റാലി ഉണ്ടാകാനുള്ള കാരണവും അപ്പോൾ ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കോർപ്പറേറ്റ് ആക്ഷനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് LNG ബിൽവാര ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ്. LNG ബിൽവാര ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ബിസിനസ് കോൺഗ്ലോമറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ IT സെക്ടറിലും പവർ ജനറേഷനിലും ടെക്സ്റ്റൈൽ മേഖലയിലുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. ഇപ്പോൾ രാജസ്ഥാനിലുള്ള ബിൽവാര എന്ന സ്ഥലമാണ് ഈ ഒരു പേര് വരാനുള്ള കാരണം. LNJ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലക്ഷ്മി നിവാസ് ജുൻജുൻവാല എന്നാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തത്. അപ്പോൾ ഈ ഒരു കോൺഗ്ലോമറേറ്റ് ഗ്രൂപ്പിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത ഏകദേശം 5 കമ്പനികൾ കാണാൻ കഴിയും. അതിലൊന്ന് HEG ലിമിറ്റഡ്, RSWM ലിമിറ്റഡ്, മാറാൽ ഓവർസീസ് ലിമിറ്റഡ്, ബിൽവാര ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ്, അതുപോലെ ബിൽവാര സ്പിന്നേഴ്സ് ലിമിറ്റഡ്. ഇതാണ് പ്രധാനപ്പെട്ട ആ ഒരു 5 സ്റ്റോക്കുകൾ ഈ കമ്പനിയുടെ കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കീഴിലാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഹിന്ദുസ്ഥാൻ ഇലക്ട്രോഗ്രാഫൈറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ ഇലക്ട്രോഗ്രാഫൈറ്റ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയണമെന്നില്ല. HEG ലിമിറ്റഡ് എന്നാണ് ഈ സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും ഗ്രാഫൈറ്റ് ഇലക്ട്രോഡിൻ്റെ മാനുഫാക്ചേഴ്സും എക്സ്പോർട്ടറുമാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു സിംഗിൾ സൈറ്റ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു പ്ലാന്റ്, ലോകത്തിലെ തന്നെ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡിൻ്റെ ഏറ്റവും വലിയ പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിലുള്ള മണ്ഡി ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നാണ് ഇവരുടെ ഈ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് പല കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റും. അൾട്രാ ഹൈ പവർ ഇലക്ട്രോഡുകളുണ്ട്, അതുപോലെ ഹൈ പവർ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകളുണ്ട്, അതുപോലെ റെഗുലർ പവർ ആയിട്ടുള്ള ഇലക്ട്രോഡുകളും ഉണ്ട്. അപ്പോൾ ഇത് പല വിധത്തിലുള്ള ലെങ്ത്തിലും പല വിധത്തിലുള്ള ഡയമീറ്ററിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ HEG എന്ന് പറയുന്ന കമ്പനി ഈ ഒരു ഗ്രാഫൈറ്റ് ഇലക്ട്രോഡിൽ ഒരു എക്സ്പേർട്ടൈസ് ആണ് എന്നത് കൂടാതെ ഇവർ പവറും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റിൻ്റെ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള പവർ ഇവർ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ പവർ എക്സസൈറ്റ് വരുമ്പോൾ അത് സെല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊരു കാർബൺ സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റുകളുടെ ഒരു എക്സ്പേർട്ടാണ് ഈ പറയുന്ന HEG ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി. അപ്പോൾ ഈ ഒരു കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ വളരെയധികം ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു എൻട്രി ബാരിയർ ഉള്ള ഒരു സെക്ടറാണ്. വളരെയധികം നിയമപരമായിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്ര എളുപ്പത്തിലൊരു കമ്പനിക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും ലിസ്റ്റഡ് ആയിട്ടുള്ള 2 പ്രധാനപ്പെട്ട കമ്പനികളാണ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഈ പറയുന്ന HEG ലിമിറ്റഡ്, മറ്റൊന്ന് ഗ്രാഫൈറ്റ് ഇന്ത്യയുമാണ്. ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെഗ്മെന്റിൽ കാണാൻ കഴിയുക. അപ്പോൾ ഈ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ സ്റ്റീൽ മാനുഫാക്ചറിങ് പ്ലാന്റുകളിലാണ്. കാരണം സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്നത് നമുക്കറിയാം, അത് ഇലക്ട്രിക് ആർക്ക് ഫർണേസ് ആണ്. ഫർണേസ് എന്ന് പറയുന്നത് ചൂള എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് ചൂളകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പവർ ഇലക്ട്രിസിറ്റിയെ താങ്ങാനുള്ള ഒരു ശക്തി ഇതിനുണ്ട്. അത് കൂടാതെ ഹൈ ഹീറ്റ് അതിനെ താങ്ങാനുള്ള ഒരു ശക്തിയും ഈ ഒരു ഇലക്ട്രോഡിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വളരെ വൈഡായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ക്ലയൻറ്റ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള 20ഓളം പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികളാണ്. അപ്പോൾ ഇവരുടെ വരുമാനത്തിൻ്റെ ഏകദേശം 65-70% 35ഓളം രാജ്യങ്ങളിലുള്ള ഈ ഇത്തരത്തിലുള്ള സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് ഈ ഒരു ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ സപ്ലൈ ചെയ്തുകൊണ്ടുള്ള വരുമാനമാണ്. അപ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ ഒരു ക്ലയൻറ്റ് ബേസ് ഇവരുടേത് കുറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവരുടെ ഒരു റവന്യൂ മിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫൈറ്റിൽ ആണ് ഇവർക്ക് 99% റവന്യൂ വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള 1% എന്ന് പറയുന്നത് ഇവരുടെ പവർ ജനറേഷനിൽ നിന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഇവരുടെ ഉപയോഗത്തിനുള്ള പവർ കഴിച്ച് ബാക്കിയുള്ളവ വിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് 1% റവന്യൂ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജോഗ്രഫിക്കലായിട്ട് ഇവരുടെ ഒരു ബിസിനസ് സ്പ്ലിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 31% റവന്യൂ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിലൂടെയാണ് 69-70% ഇവർ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മോഡൽ. ഇനി ഇതിൻ്റെ ചില ഫണ്ടമെൻ്റൽ നമ്പേഴ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് 9394 കോടിയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് 34% ഒരു ആവറേജ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 48 എന്നുള്ള റേഞ്ചിലാണ് കാണാൻ കഴിയുക.
ഇൻഡസ്ട്രി PE 39 എന്ന റേഞ്ചാണ്. ഇൻഡസ്ട്രി PEനേക്കാളും കൂടുതലാണ് സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ PE. അതുപോലെ കഴിഞ്ഞ 6 മാസത്തെ PE നോക്കുകയാണെങ്കിൽ അത് 27 എന്ന റേഞ്ചിലാണ്. മീഡിയൻ PE 27 എന്ന റേഞ്ചിലാണ് കാണാൻ കഴിയുക. അതുപോലെ കഴിഞ്ഞ 1 വർഷത്തെ നോക്കുകയാണെങ്കിൽ 19 എന്നുള്ള ലെവലിലാണ് കാണാൻ കഴിയുക. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇതിൻ്റെ PE റേഷ്യോ ഇത്രമാത്രം ഉയർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കമ്പനിയുടെ PEG റേഷ്യോ നോക്കുകയാണെങ്കിൽ, അതായത് പ്രൈസ് ടു ഏർണിംഗ് അതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടുള്ള PEG റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് മൈനസ് എന്നുള്ള ഫിഗറാണ് കാണാൻ കഴിയുന്നത്. 1 താഴെ വരുമ്പോഴാണ് നമ്മളത് നല്ലൊരു PEG റേഷ്യോ എന്ന് പറയാറുള്ളത്. അപ്പോൾ PEG റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമുക്കത് ഓവർ വാല്യൂഡ് അല്ല. അതുപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 2.23 ആണ്. അപ്പോൾ നല്ല തോതിലുള്ള അസറ്റ് ഈ കമ്പനിക്ക് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആ ഒരു ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ 2.23 എന്ന് മാത്രമാണ് നമുക്ക് കാണുന്നത്. കാരണം അതൊരു 3 വരെ നമുക്ക് ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 0.14 ആണ്. അതായത് വലിയ കടബാധ്യതകളില്ലാത്തൊരു കമ്പനിയായിട്ട് നമുക്ക് ഇത് കാണാൻ കഴിയും. കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇപ്പോൾ കാണുന്നത് 55.8 എന്നുള്ള പെർസെൻറ്റേജ് ആണ്. അത് നല്ലൊരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 6% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 13% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വളരെ സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സെയിൽസിൻ്റെ ഒരു CAGR ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷം 24% ഒരു ഗ്രോത്ത് സ്റ്റോക്കിൽ ഇയർലി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രോഫിറ്റിൽ 3 ഇയേഴ്സിൻ്റെത് 84% ഒരു ഗ്രോത്തും കാണാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ 4 ക്വാർട്ടറിലുള്ള അല്ലെങ്കിൽ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് 5% ആയിട്ട് ഡൗൺ ആയതായിട്ട് കാണാം. അതുപോലെ പ്രോഫിറ്റിലും -61% ഒരു വമ്പിച്ച ഡിപ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് എന്ന് നമ്മൾ അവരുടെ കോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം പറയുന്നത് ഇതിൻ്റെ റോ മെറ്റീരിയൽ പ്രൈസും അതുപോലെ ഇലക്ട്രോഡിൻ്റെ പ്രൈസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കുറഞ്ഞു വരികയാണ്. അതായത് ഇവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വർദ്ധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി കുറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു -61% ഒരു ഡൗൺ പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. ലോകത്തിൽ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ പുതിയ ഈ ഫർണസുകൾ, അതായത് ഈ സ്റ്റീൽ മാനുഫാക്ചറിങ് ഇലക്ട്രിക് കാർ ഫർണസുകൾ വളരെ വ്യാപകമായിട്ട് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഗ്ലോബലി കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഗ്രാഫൈറ്റ് ഇലക്ട്രോഡിൻ്റെ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും വർദ്ധിക്കും എന്നാണ്. ഇപ്പോൾ 2030 ആകുമ്പോഴേക്കും അത് നല്ല തോതിൽ ഉള്ള മാറ്റം ഉണ്ടാകുമെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന് ഇവർ പറയുന്നത് ഇവരുടെ മാർക്കറ്റിലുള്ള ചാലഞ്ചിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ഒരു മാർജിൻ പ്രഷർ, അതായത് ഈ കമ്പനി നേരിടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനുള്ള ആ ഒരു ഡിക്ലൈൻ, അത് 2025 കൂടി അത് ഓവർകം ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഈ ചൈനീസ് എക്സ്പോർട്ട് വളരെ വൻതോതിൽ വർദ്ധിച്ചതും അവരുടെ ലോ പ്രൈസിങ് സ്ട്രാറ്റജിയും അത് ഇവരുടെ പ്രൈസിങ് പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇത്തരം കമ്പനികളിൽ, കമ്മോഡിറ്റി കമ്പനികളിൽ വലിയ തോതിൽ പ്രൈസിങ് പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് മാർക്കറ്റിൽ ഡിമാൻഡിൻ്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഗ്ലോബലായിട്ടുള്ള അവരുടെ അഗ്രസീവായിട്ടുള്ള ഇടപെടൽ കുറയാൻ സാധ്യതയുണ്ടെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പനികളിലൊക്കെ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ഈ ഒരു ഗ്രോത്തിന് കാരണമായിട്ടുള്ള പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ ഇന്ന് സെപ്റ്റംബർ 24 എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻ, അതിൽ പറയുന്നത് അവരുടെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് അവർ മുമ്പ് അനൗൺസ് ചെയ്തിരുന്നു. അതിൻ്റെ റേഷ്യോവും മറ്റ് ഡീറ്റെയിൽസും ഇന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് 1:5 എന്നുള്ള ഒരു റേഷ്യോയിലായിരിക്കും അവർ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. 2500 രൂപയോളം വിലയുള്ള ഈ സ്റ്റോക്ക് 5 സ്റ്റോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വില 500 ആയിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു സ്റ്റോക്കുള്ള ഒരാൾക്ക് 5 ഷെയറുകൾ കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഇവർ പറയുന്നത് ഒക്ടോബർ 18 ആണ്. അപ്പോൾ ഒക്ടോബർ 18 മുമ്പ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ അർഹത നേടാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു റാലിക്ക് കാരണമായത്. എന്നാൽ ഇതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ഒരു 2000 എന്നുള്ള ലെവൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലാണ്. കാരണം അവിടെ 200-day മൂവിങ് ആവറേജിൽ അത് ടച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ വീക്ക്ലി ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 100-day മൂവിങ് ആവറേജ് അവിടെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കാണും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ആ ലെവലിലേക്ക് ഈ സ്റ്റോക്ക് വരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ 2300 എന്നുള്ള ലെവൽ അത് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ്. അപ്പോൾ 2300 താഴെ 2000 മേലെയുള്ള ആ ഒരു റേഞ്ചിൽ ഈ സ്റ്റോക്ക് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരമെന്നാണ് തോന്നുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന മാർക്കറ്റ് വളറ്റിലിറ്റിയും
അതുപോലെ കമ്മോഡിറ്റി മേഖലയിലേക്ക് ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരു കൃത്യമായ ഡിസിഷൻ എടുക്കാം. അപ്പോൾ ഒക്ടോബർ 18 ഈ സ്റ്റോക്കിൻ്റെ ആ ഒരു സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൈസ് റേഞ്ചിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്യും. കൂടാതെ ഇതിൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ അതിൻ്റെ ഇൻഡസ്ട്രി പിയോട് അടുത്ത് വരുന്നത് വരെ കാത്തിരിക്കുന്നതായിരിക്കും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പൊസിഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവെക്കുക. ഇതൊരു ബാങ്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ നിങ്ങളുടേതായ പഠനം നടത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വളരെയധികം വിലപ്പെട്ടതാണ്. അതുകൂടി അറിയിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.